ഇത് എന്തെങ്കിലുമൊക്കെ ഒന്നും നഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടാൻ കഴിയൂല. സന്തോഷം, സമാധാനം, അതിലും വലുതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനില്ല. നമ്മൾ ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. വയസ്സ് നമുക്ക് ആവുന്നേല്ല. എനിക്കിപ്പോഴും 23 വയസ്സായിട്ടേ ഉള്ളൂ. സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23ാമത്തെ വയസ്സാണ് അടുത്ത ആഴ്ച. 23 വയസ്സാകും. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ജയ് കൂലിപ്പണിക്കാർ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾ വിചാരിക്കും ഇത് മറ്റേ പ്രച്ഛന്ന വേഷത്തിനോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്ത്, അത് മേക്കപ്പ് ചെയ്തല്ലോ കേട്ടോ. ഇതൊക്കെ നമ്മളെ സന്തോഷം വരുത്താനുള്ള ഓരോരോ സംഭവങ്ങളാണ് കേട്ടോ. ഇത് എന്തെങ്കിലുമൊക്കെ ഒന്നും നഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടാൻ കഴിയൂല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളുടെ കുട്ടിക്കാലം നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് യൗവനം ഉണ്ടാവുള്ളൂ. നമ്മളുടെ യൗവനം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? യുവത്വം ഉണ്ടാവുള്ളൂ. നമ്മളുടെ യുവത്വം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് വയസ്സാകത്തില്ല. അത് വേറെ കേസ്. നിങ്ങൾ അത് വിചാരിക്കേണ്ട. ഞാനിനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് യൗവനം നഷ്ടപ്പെട്ടാൽ മാത്രമേ വയസ്സ് നമുക്ക് ആവുന്നേല്ല. എനിക്കിപ്പോഴും 23 വയസ്സായിട്ടേ ഉള്ളൂ. സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23ാമത്തെ വയസ്സാണ് അടുത്ത ആഴ്ച. 23 വയസ്സാകും. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ജയ് കൂലിപ്പണിക്കാർ. ഓക്കെ, അപ്പൊ കൂലിപ്പണിക്കാർ ജയ് ജയ് കൂലിപ്പണിക്കാർ. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാ പണിക്കാരും ജയ് ജയ് ആണ്. പക്ഷെ കൂലിപ്പണിക്കാർ പ്രത്യേക ഒരു ജയ് 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 ജയ്. സന്തോഷവും സമാധാനത്തിനെക്കാട്ടിലും വലുതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. നമ്മളടുത്ത് കോടിക്കണക്കിന് സ്വത്തുണ്ടായി വിചാരിക്കും. നമ്മൾ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ, ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പൈസ ഉണ്ട്, പക്ഷെ വീട്ടിലൊന്നും ഒരു സമാധാനമില്ല, സന്തോഷമില്ല. അതിൽ കാര്യമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. പടച്ചവനോടും ദൈവത്തിനോടും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് 1000 പൈസ തന്നെയായിരുന്നു, 1000 ജീവിതകാലം മുഴുവൻ സന്തോഷവും സമാധാനവും തരണേന്ന് പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് പടച്ചവനെ എനിക്ക് വയ്യ, പടച്ചവനെ എനിക്ക് തീരെ വയ്യ, എനിക്ക് പൈസ ഇല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവൻ ഇവന് പൈസ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ അവന് പൈസ കൊടുക്കണ്ട. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാം. നമുക്കുള്ളതിനോട് ദൈവമേ നന്ദിയുണ്ട്, ദൈവമേ എനിക്ക് ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ, ഇതൊന്നും ഇല്ലാത്തവരെത്ര ആൾക്കാരുണ്ട് ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. ദൈവത്തിനോട് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക, അൽഹംദുലില്ലാ എന്ന് പറയുക, ശുക്രിയ പറയുക, താങ്ക് യു ഗോഡ് എന്ന് പറയുക. അപ്പം നമ്മൾ പൊളിയാവും, സെറ്റാവും. എനിക്ക് പണ്ട് ഡാൻസ് പഠിക്കണമായിരുന്നു. ഇവിടെ ആൾക്കാർ നോക്കും. എനിക്ക് പണ്ട് ഡാൻസ് പഠിക്കണമായിരുന്നു എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഓക്കെ.